ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ഇന്നത്തെ നമ്മുടെ അല്പസമയ ചിന്തയ്ക്കായിട്ട് റോമർ 12:1 വായിക്കുന്നു. ഞാൻ നിങ്ങളെ പ്രബോധിപ്പിക്കുന്നത്, നിങ്ങൾ നിങ്ങളുടെ ശരീരങ്ങളെ ജീവനും വിശുദ്ധിയും ദൈവത്തിന് പ്രസാദവുമുള്ള യാഗമായി സമർപ്പിപ്പിൻ. വളരെ പരിചിതമായ ഈ ഒരു വാക്യമാണല്ലോ ഇന്ന് നാം വായിച്ചത്. നമ്മുടെ ജീവിതത്തെ ദൈവത്തിനായി പ്രതിഷ്ഠിക്കണമെന്ന് വളരെ വ്യക്തമായിട്ട് ഇവിടെ പ്രബോധിപ്പിച്ചിരിക്കുന്നു. ഒരംശം പോലും മാറ്റിവെക്കാതെ നാം നമ്മെ തന്നെ സമ്പൂർണമായി നമ്മുടെ കർത്താവും ഗുരുവുമായവന് സമർപ്പിക്കേണ്ടതാകുന്നു. ഒരു പട്ടാളക്കാരൻ ഒരു വലിയ ആശുപത്രിയിലെ പ്രശസ്തനായ ഡോക്ടർക്ക് ഈ സത്യം വിശദീകരിച്ചു കൊടുക്കുവാൻ ശ്രമിക്കുകയായിരുന്നു. അദ്ദേഹത്തിന് അത് ശരിയായി ഗ്രഹിക്കുവാൻ കഴിയുന്നില്ലെന്ന് തോന്നി. ഒടുവിൽ പട്ടാളക്കാരൻ ഇപ്രകാരം പറഞ്ഞു: താങ്കൾ റൗണ്ട് നടത്തുമ്പോൾ രോഗികളിൽ ഒരാൾ താങ്കളുടെ നോട്ടവും കരുതലും അയാളുടെ മേൽ ഉണ്ടാകണമെന്ന് മുട്ടിപ്പായി അപേക്ഷിക്കുന്നു എന്ന് വിചാരിക്കുക. അതേസമയം അയാൾ തന്റെ രോഗത്തെ സംബന്ധിച്ചുള്ള പൂർണ്ണ വിവരങ്ങൾ വെളിപ്പെടുത്താതിരിക്കുകയും താങ്കൾ നിർദ്ദേശിക്കുന്ന മരുന്നുകളെല്ലാം കഴിക്കാൻ തയ്യാറാകാതിരിക്കുകയും ചെയ്യുന്നു. അയാൾ പറയുകയാണ്: ഡോക്ടറുടെ ഉപദേശം നല്ലതാകുന്നു തോന്നുന്നു എന്ന് ഞാൻ തോന്നുന്ന പക്ഷം ഞാൻ അത് സ്വീകരിച്ചേക്കാം. അതല്ലെങ്കിൽ ഞാൻ എൻ്റെ സ്വന്തം അഭിപ്രായം പോലെ ചെയ്തുകൊള്ളാം. അങ്ങനെയെങ്കിൽ താങ്കൾ എന്തു ചെയ്യും? പട്ടാളക്കാരൻ ചോദിച്ചു. ഡോക്ടർ അല്പം കോപത്തോടെയാണ് അതിന് മറുപടി പറഞ്ഞത്: ഞാൻ ആ മനുഷ്യനെ ചികിത്സിക്കുകയില്ല. എൻ്റെ നിർദ്ദേശങ്ങൾ പരിപൂർണമായി സ്വീകരിക്കാത്ത ഒരാളിന് വേണ്ടി എനിക്കൊന്നും ചെയ്യുവാൻ സാധ്യമല്ല. ആ പട്ടാളക്കാരൻ വീണ്ടും ചോദിച്ചു: അപ്പോൾ ഒരു രോഗിക്ക് താങ്കളുടെ സഹായം ലഭിക്കണമെങ്കിൽ അവൻ താങ്കളെ പൂർണ്ണമായി അനുസരിക്കണമെന്നാണോ താങ്കൾ പറഞ്ഞതിൻ്റെ അർത്ഥം? ഡോക്ടർ പറഞ്ഞു: അതെ, അവൻ പൂർണ്ണമായും അനുസരിക്കണം. അപ്പോൾ ശരി, അത് തന്നെയാണ് പ്രതിഷ്ഠ അഥവാ സമർപ്പണം. പട്ടാളക്കാരൻ തുടർന്നു: നിങ്ങൾ നിങ്ങളുടെ ശരീരത്തെയും ആത്മാവിൻ്റെയും തൻ്റെ കൈകളിലേക്ക് ഏൽപ്പിച്ചു കൊടുക്കണമെന്നത്രേ ദൈവം ആഗ്രഹിക്കുന്നത്. നമ്മളുടെ ആത്മീയമായ വല്ല പുരോഗതിയും ഉണ്ടാകണമെങ്കിൽ നമ്മൾ ദൈവവചനത്തിലെ നിർദ്ദേശങ്ങൾ കലവറ കൂടാതെ സ്വീകരിച്ചനുസരിക്കണം. ഇപ്പോൾ എനിക്ക് കാര്യം മനസ്സിലായി, ഡോക്ടർ ഉത്സാഹപൂർവ്വം പറഞ്ഞു. ദൈവസഹായത്തോടെ അവൻ്റെ ഹിതപ്രകാരം ജീവിക്കുവാൻ ഞാൻ സഹായിക്കും. അല്ലയോ ക്രിസ്ത്യാനിയെ, ദൈവത്തിന് നമ്മുടെ മേൽ പൂർണ്ണമായി നിയന്ത്രണം നൽകുക. അപ്പോൾ അവൻ്റെ സന്തോഷപൂർണ്ണതയും അനുഗ്രഹവും നാം പ്രാപിക്കും. നമുക്കുള്ളതെല്ലാം കർത്താവിന് വേണ്ടി ഇപ്പോൾ തന്നെ പ്രതിഷ്ഠിക്കുവാൻ നാം തയ്യാറാണോ? നമുക്കുള്ളതെല്ലാം കർത്താവിന് നൽകുക. അവൻ തനിക്കുള്ളതെല്ലാം നമുക്ക് നൽകിയല്ലോ. ഇന്ന് പകൽക്കാലം നമുക്ക് നമ്മുടെ ശരീരത്തെ ജീവനും വിശുദ്ധിയും ദൈവത്തിന് പ്രസാദവുമുള്ള ഒരു യാഗമായി സമർപ്പിക്കാം. ദൈവത്തിന് പരിപൂർണ നിയന്ത്രണം നൽകാം. ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ. ആമേൻ.